മനുഷ്യരുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ ആവശ്യങ്ങളായി പരിഗണിക്കുവാൻ പ്രത്യേക വിളി ലഭിച്ച കത്തോലിക്ക സഭയിലെ സമർപ്പിത സമൂഹത്തിൻ്റെ ജീവിതഗാഥകൾ അവതരിപ്പിക്കപ്പെടുന്ന ഗുഡ്നെസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ സമർപ്പിത ജീവിത സംഗമവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. തിരുസഭയിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നവർ ആ നിയോഗം എന്തെന്ന് തിരിച്ചറിയുകയും അതിലേക്ക് ആത്മസമർപ്പണത്തോടെ തങ്ങളുടെ എല്ലാ സാധ്യതകളും അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായും ദൈവമഹത്വമായി മാറുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയെ അനുഗ്രഹീതമാക്കുന്നത് സിസ്റ്റർ അനില മാത്യു FCC. സിസ്റ്റർ അനില മാത്യു മാടവന എറണാകുളം ജില്ലയിലെ തുറവൂർ വാതക്കാട് സ്വദേശിയാണ്. മാടവന മാത്യു മറിയം ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ. ഭാരതറാണി ചർച്ച് വാതക്കാട് ഇടവകാംഗമാണ്. ബൈബിൾ പണ്ഡിതൻ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ കുടുംബാംഗമാണ്. 1976 ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ അംഗമായി. തൃശൂർ അസീസി പ്രൊവിൻസിൽ വ്രതവാഗ്ദാനം ചെയ്തു. പിന്നീട് പാലക്കാട് സെറാഫിക് പ്രൊവിൻസിന്റെ അംഗമായി തീർന്നു. സന്യാസ പരിശീലന കാലത്ത് തന്നെ സമൂഹത്തിന് താഴേക്കിടയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുകയും 1976 മുതൽ 1978 വരെ മദ്രാസിലെ സ്റ്റെല്ല മേരീസ് കോളേജ് നടത്തുന്ന നവനിർമ്മാണ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമൂഹ്യ സേവനത്തിൽ പരിശീലനം നേടുകയും ചെയ്തു. സ്ട്രൈവ് ഫോർ എ ജസ്റ്റ് സൊസൈറ്റി എന്നതായിരുന്നു സിസ്റ്ററുടെ ആപ്തവാക്യം. മനുഷ്യത്വം എന്ന വാക്കിന്റെ അളവുകോലുകൾക്ക് പരിണാമം പ്രാപ്യമാക്കിയ 4 ദശകങ്ങൾ. എഴുതപ്പെടലുകളിലൂടെ അരക്കിട്ടുറപ്പിക്കേണ്ട ലക്ഷ്യപ്രാപ്തിയുടെ വിജയഗാഥകൾ. സമ്മിശ്ര വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ എല്ലാം സമന്വയിപ്പിച്ച ഒരു കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുമായി കോയമ്പത്തൂരിലെ കാരമടയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ സെന്റർ ഒരു ചെറിയ വിത്ത് പോലും വൻ മരമായി തീരുകയും അനേകം പേർക്ക് തണലാവുകയും ചെയ്യും എന്ന പ്രപഞ്ച സത്യം അന്വർത്ഥമായ ഒരു നീണ്ട കാലഘട്ടം. ഒരു ഗ്രാമത്തിൽ നിന്നും 250 ഗ്രാമങ്ങളിലേക്ക് നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് അളവുകോൽ ഇല്ലാതെ അമർത്തി കുലുക്കി കൊടുത്തതിൻ്റെ ശേഷിപ്പുകൾ മാറ്റൊലികൊള്ളുന്ന ഗ്രാമവീഥികൾ. തീരം കാണാതെ ജീവിത വേലിയേറ്റങ്ങളുടെ തിരതള്ളലിൽ നിലയുറപ്പിക്കാൻ കഴിയാതിരുന്ന ഇരുണ്ട നാളുകൾ. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പോലും ഒന്ന് ഉറക്കെ ചിരിക്കാൻ, സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന സ്ത്രീജനങ്ങൾ. സ്വതന്ത്രമായ ജീവിതം എന്നത് വിദൂര ഭാവിയിൽ പോലും സങ്കല്പിക്കാത്ത മനുഷ്യരെ ഒന്നിച്ചുകൂട്ടി മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്വയം മാറണം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ദൈവം വഴിയൊരുക്കി. അന്തിയുറങ്ങാൻ വീടില്ലാത്തവർക്ക് ആയിരക്കണക്കിന് വീടുകൾ, ശുചിത്വ ലയങ്ങൾ, കുടിനീരിനു വേണ്ടി ബോർവെൽ, മഴവെള്ള സംഭരണികൾ, സാമ്പത്തിക മുന്നേറ്റത്തിനായി പരിശീലനങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, വ്യക്തിത്വ വികസനത്തിനായി അവബോധ ക്ലാസുകൾ, അക്ഷരാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ബാങ്ക് ലിറ്ററസി, ഇവയിലൂടെയെല്ലാം നീതിയുള്ള സമൂഹം എന്ന ദീർഘവീക്ഷണം സാധ്യമായി. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ആ പ്രകാശത്തിൽ 60,000-ഓളം കുടുംബങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ജീവിത നിലവാരത്തിലും എല്ലാം അവർ ഉന്നതിയിലേക്ക് ഉയർന്നു. ആ ഗ്രാമത്തിൻ്റെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെയും മുഖച്ഛായ തന്നെ മാറി. പൊതുവേദിയിൽ അനേകം ആദരവുകൾ, അവാർഡുകൾ വരെ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പത്രലേഖനങ്ങളും കൈത്തിരി എന്ന പുസ്തകവും എഴുതപ്പെട്ടിട്ടുണ്ട്. ഗുഡ് ഷെപ്പേർഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സെന്റർ എന്ന സ്ഥാപനത്തിനോട് ചേർന്ന് വാൽപ്പാറ കാരുണ്യ സോഷ്യൽ സെന്ററും എട്ടിമടയിൽ ഷേഫി ആരാം സോഷ്യൽ സെന്ററും എന്ന ഉപശാഖകൾ സ്ഥാപിക്കാനും സിസ്റ്ററിന് സാധിച്ചു. സിസ്റ്റർ അനില മാത്യു മാടവനയ്ക്ക് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
അതിശയിപ്പിക്കുകയാണ്. അടുത്തറിയും തോറും ഓരോരോ സമർപ്പിത ജീവിതങ്ങൾ നമ്മെ എല്ലാവരെയും. സിസ്റ്റർ അനില മാത്യു ഒരായുസ് കൊണ്ട് ചെയ്തു തീർത്ത സേവന കർമ്മങ്ങളെ അടുത്തറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു മനുഷ്യ വ്യക്തിക്ക് ഇത്രയേറെ ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയും, ദൈവത്തോട് കൂടിയാണെങ്കിലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സിസ്റ്റർ. ഇരിക്കാൻ നമുക്ക് കേൾക്കാം. ഒരുപക്ഷെ കോയമ്പത്തൂരുള്ള ആയിരക്കണക്കിന് തമിഴ് മക്കൾക്ക് അനിലാമ്മ ദൈവത്തിൻ്റെ ഒരു കരമാണ്. എത്രയോ ആയിരങ്ങളിലേക്കാണ് അങ്ങയുടെ സേവന വഴികളിലൂടെ അനുഗ്രഹം പെയ്തിറങ്ങിയത്. ആ ഒരു വഴികളെ ഓർമ്മിക്കാം. എവിടെയാണ് വീട്, സഭയിലേക്കുള്ള ദൈവവിളി, FCC കോൺഗ്രിഗേഷനുമായിട്ടുള്ള ആ ഒരു ദൈവവിളിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. വീടും വീട്ടുകാരെയൊക്കെ. എൻ്റെ വീട് വാതക്കാട് തുറവൂർ. എൻ്റെ വീട്ടുപേര് മാടവന. എൻ്റെ ഇടവക ഭാരതറാണി ചർച്ച് വാതക്കാട്. എറണാകുളം അങ്കമാലി അതിരൂപത. ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. എൻ്റെ അപ്പൻ മാത്യു, അമ്മ മറിയം. സഹോദരങ്ങളിൽ എത്ര പേര് സമർപ്പിത ജീവിതത്തിലേക്ക് ഉണ്ട് അനിലാമ്മ കൂടാതെ? സമർപ്പിത ജീവിതത്തിലേക്ക് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റൊരു കുടുംബത്തിലേക്ക് സമർപ്പിച്ചു. അവർ കുടുംബത്തിൽ സമർപ്പിച്ചു. അവരും ദൈവിക വഴിയിൽ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്ത് ജീവിക്കും. അവരുടെ മക്കളിൽ നിന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് ആരും വന്നിട്ടുണ്ടോ? വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, വരാന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടാവട്ടെ. നല്ല ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇനി ആള് വേണ്ടേ? അതെ അതെ. FCCയിലേക്ക് എങ്ങനെയാണ് വന്നത്? എൻ്റെ കുടുംബ പശ്ചാത്തലം പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ വളർന്ന സാഹചര്യം സാധാരണക്കാരും ധനികരും തമ്മിൽ വലിയ വിടവുള്ള ഒരു ജീവിതാന്തരീക്ഷമായിരുന്നു. സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അപ്പന് ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വളരെ സന്തോഷം ഉള്ള വ്യക്തിയായിട്ട് ഞാൻ കാണാറുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ഇളയപ്പനും അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം, ജോലി സാധ്യതകളൊക്കെ വളരെ വിഷമായിരുന്നു. അതിന് പലരെയും സഹായിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരോടുള്ള ഒരു കാരുണ്യം കുടുംബത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതാണ് FCCയിലേക്ക് വരാനായിട്ട് കാരണമായത്. അതെ അതെ. FCC തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? FCC ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചത് വാതക്കാട് തുറവൂർ സ്കൂളുകളിലാണ്. അപ്പോൾ SD സിസ്റ്റേഴ്സ് കാണുവാനും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേക അവരുടെ പ്രകൃതി, അവരുടെ സന്തോഷ പ്രകൃതി, സ്നേഹമുള്ള സമീപനം. പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ വികാരച്ചന്മാർ, അവരുടെ പ്രസംഗങ്ങൾ ഒത്തിരി എന്നെ ദൈവികതയിലേക്ക്, ആത്മീയതയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹം അവിടെ നിന്ന് ഉത്ഭവിച്ചു. അപ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ കഴിവുകളും ഒക്കെ ദൈവത്തിനും ദൈവജനത്തിനുമായി ഉപയോഗിക്കണം എന്ന ആഗ്രഹം എന്നിൽ ഉദിച്ചു. ഏതു വർഷമാണ് FCC സന്യാസിനി സഭയിലേക്ക് വരുന്നത്? FCC സഭയിൽ 1976 മെയ് 4-ാം തീയതി ഞാൻ ആദ്യവ്രതം സ്വീകരിച്ചു. 76 ആദ്യവ്രതം. അതെ. അപ്പൊ അതിനുശേഷം 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഗോൾഡൻ ജൂബിലി ആയി. അതെ. ഓ, അത് ശരി. ഗോൾഡൻ ജൂബിലിയിലേക്ക് ഏറിയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണിത്. ഓക്കെ. അപ്പൊ ഈ കഴിഞ്ഞ 50 വർഷത്തെ ജീവിതമാണ് നമ്മൾ ഇനിയുള്ള സമയം കൊണ്ട് നമ്മുടെ ജനങ്ങളോട്, നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. അപ്പം ഈ സോഷ്യൽ വർക്ക് മേഖലയിലേക്ക് അമ്മ വരാനുള്ള സാഹചര്യം ഏതാ? ഞാൻ സഭയിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് സോഷ്യൽ വർക്ക് പഠിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്ന ആശയം സഭാധികാരികളെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഫ്രാൻസിസിൻ്റെയും മിസ്റ്റർ ക്ലാരയും സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷനെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ആശയങ്ങൾ നിവർത്തിക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രിഗേഷനാണ്, പാവപ്പെട്ടവരെ വേണ്ടി നിലകൊള്ളുന്ന ഒരു കോൺഗ്രിഗേഷനാണ് എന്ന വിശ്വാസം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ 1972 എൻ്റെ അപ്പനോടുകൂടി RCC തൃശ്ശൂർ RCC പ്രൊവിൻസിലേക്ക് പോവുകയും പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഫെലിസിറ്റയെ കാണുകയും ചെയ്തു. അങ്ങനെ കോൺവെന്റിലേക്ക് വരാനുള്ള അംഗീകാരം നേടി.
അതിനുശേഷം എൻ്റെ രാജബുദ്ധ സ്വീകരണത്തിന് ശേഷം ഞാൻ എന്നെ പഠിക്കുവാൻ വേണ്ടി സോഷ്യൽ വർക്ക് പഠിക്കുവാൻ വേണ്ടി മദ്രാസ് നവനിർമ്മാണ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റെല്ല മാരിസ് കോളേജ് ചെന്നൈയിലെ സ്റ്റെല്ല മാരിസ് കോളേജ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് അയക്കപ്പെട്ടു. അവിടെ 2 വർഷക്കാലം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റി പഠിച്ചു. അവിടേക്ക് അയക്കുവാനുള്ള കാരണം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടായ തീരുമാനമനുസരിച്ച് സന്യാസികൾ, റിലീജിയസ് പീപ്പിൾ 4 ചുമരിൻ്റെ മഠത്തിൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ കഴിയേണ്ടവരല്ല. അവർ പുറത്തേക്ക് ഇറങ്ങണം, ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ പറ്റി അറിയണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ചെയ്യേണ്ടത് എന്നുള്ള ആഹ്വാനം കൈക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച ഒരു പരിശീലനമാണ്. അപ്പോൾ ആ പരിശീലനത്തിൽ എൻ്റെ കൂടെ 53 കോൺഗ്രിഗേഷനിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും എൻ്റെ കൂടെ പഠിച്ചിരുന്നു. അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതായത് 2ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഈ സമർപ്പിത സമൂഹത്തിന് ഒരു സാമൂഹിക പ്രതിബദ്ധത അവരുടെ ഒരു അഡീഷണൽ കാര്യസമായിട്ട് ചേർത്ത് വെക്കപ്പെട്ടു, അല്ലേ? അതെ അതെ. കാരണം 2ാം വത്തിക്കാൻ കൗൺസിലാണ് പെർഫെക്തെ കരിത്താത്തിസ് എന്ന് പറഞ്ഞ ചാക്രിക ലേഖനത്തിലാണ് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ, സന്യാസം കത്തോലിക്ക സഭയുടെ ഹൃദയമാണ് എന്ന് പരിശുദ്ധ പിതാക്കന്മാര് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് സന്യാസ ജീവിതത്തിലേക്ക് വരുന്നു. സന്യാസത്തിൽ സാമൂഹിക സേവനം, ജനങ്ങളുമായുള്ള ഇടപെടലിന് വേണ്ടി കൂടുതൽ അവസരം കണ്ടെത്തുന്നു. വത്തിക്കാൻ സെക്കൻഡിന്റെ തുടർച്ചയിലാണ് ഈ ഒരു ഓപ്പൺനെസ് ഉണ്ടാകുന്നത്, സന്യാസ സമൂഹങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതായത് വളരെ പ്രധാനപ്പെട്ട 53 കോൺഗ്രിഗേഷൻസിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഈ സാമൂഹിക സേവനത്തിന് വേണ്ടി പഠിക്കാൻ വന്നു. ഓക്കെ, വെരി ഗുഡ്. അത് വളരെ നല്ല കാലഘട്ടമായിരുന്നു. എത്ര കാലം അവിടെ പഠിച്ചു? 2 വർഷക്കാലം. അതിനുശേഷം എവിടെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? അതിനുശേഷം ജൂണിറേറ്റിന് പോയി. അതിനുശേഷം ഏത് മേഖലയാണ്, അതിലേക്ക് വരാം. എവിടെയാണ് പ്രധാനമായിട്ട് സോഷ്യൽ വർക്ക് ചെയ്തത്? എവിടെയാണ് സോഷ്യൽ വർക്ക് ചെയ്തത്? കാരമടയിലാണ്. അവിടേക്ക് വരാനുള്ള സാഹചര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ പരിശീലനത്തിന് ശേഷം തൃശ്ശൂർ അസിസ്റ്റന്റ് പ്രൊഫഷണൽ ഹൗസിലെത്തി. ആ കാലഘട്ടത്തിൽ ഗാന്ധിപുരം ലൂർദ് പള്ളിയിലെ വികാരിയായിരുന്ന റെവറൻ ഫാദർ ജോസഫ് ചിറ്റലപ്പള്ളി അദ്ദേഹം ഊട്ടിയിലേക്കുള്ള യാത്ര മധ്യേ ഈ കാരമട എന്ന പ്രദേശം കണ്ടെത്തി. അപ്പോൾ അവിടുത്തെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനിടയായി. അവിടുത്തെ പരിതാപകരമായ അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കി. അതനുസരിച്ച് തൃശ്ശൂർ പ്രൊവിൻഷ്യലിനോട് സോഷ്യൽ വർക്ക് പഠിച്ച ഒരു വ്യക്തിയെ എനിക്ക് വിട്ടുതരണം എന്ന് സഭയോട് ജോസഫ് ചിറ്റലപ്പള്ളി ഇപ്പോൾ പാലക്കാട് രൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന ജോസഫ് ചിറ്റലപ്പള്ളി അച്ഛനാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ? വളരെ വളരെ ശ്രേഷ്ഠനായ അദ്ദേഹമാണ് ഇത് ഈ പറയുന്ന കാരമട വില്ലേജ് കണ്ടെത്തുന്നത്. ഈ കാരമട ഉഷപ്പേട് ഹെൽത്ത് എഡ്യൂക്കേഷൻ സെന്റർ ഡിസ്പെൻസറിയുടെ മൂലക്കല്ല് ചിറ്റലപ്പള്ളിയച്ഛനാണെന്ന് പറയാം. കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സ് പുറത്തിറങ്ങാറില്ലല്ലോ. അച്ഛൻ പുറത്തിറങ്ങി കണ്ടുപിടിച്ചതാണ് ഈ ജനങ്ങളുടെ സ്ഥിതി. അപ്പൊ അങ്ങനെ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളുടെ സഭയെ ക്ഷണിച്ചു. ഫ്രാൻസിസ്കൻ സഭ, ഞങ്ങളുടെ ക്ലാർ സഭയെ ക്ഷണിച്ചു. സിസ്റ്ററിന് മുമ്പ് ആരും സോഷ്യൽ സർവീസ് പഠിച്ചിട്ടില്ലേ? കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ അമേരിക്കയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആരും പഠിച്ചിട്ടില്ല. അങ്ങനെ എന്നെ കാരമടയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് കാര്യം സോഷ്യൽ വർക്ക് പഠിച്ചെങ്കിലും എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും ഒരു രൂപയില്ലായിരുന്നു. പക്ഷേ നല്ല ദൈവം എനിക്ക് വേണ്ടി വളരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ജോസഫ് ചിറ്റലപ്പള്ളി അച്ഛനാണ് അവിടുത്തെ പ്രവർത്തനത്തിന് മൂലക്കല്ല്. ഏത് വർഷമാണ് അവിടെ എത്തിയത്? അവിടെ ഞാൻ എത്തുന്നത് 1979 ജാനുവരി 9. എത്ര വർഷം അവിടെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു? ചുരുക്കം പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതം മുഴുവൻ അവിടെയായിരുന്നു. പക്ഷേ അധികാരികൾ എനിക്കൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് അടുത്ത മഠങ്ങളിലേക്ക് അയക്കാറുണ്ട്. പിന്നെ നമുക്ക് പുതിയ ബ്രാഞ്ച് വാൽപ്പാറ തുടങ്ങിയായിരുന്നു. വാൽപ്പാറയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വളരെ ആകർഷനായി കോയമ്പത്തൂർ കളക്ടർ വാൽപ്പാറയിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ കാരമടയിലുള്ള പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും അവിടെ തുടങ്ങി. ഇനി കാരമടയിലേക്ക് തിരിച്ചു വന്നാൽ കാരമടയിൽ എന്തൊക്കെയാണ് തുടങ്ങിയത്? എന്തൊക്കെയാണ് ഇല്ലാതിരുന്നത്? അതെ അതെ, എനിക്ക് പറയാനുള്ളത് കാരമടയിൽ അന്നത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ ആണ്. 40 വർഷം മുമ്പ്. അതെ, 40 വർഷം മുമ്പ് ഈ കാരമട ബ്ലോക്കിൽ 300ഓളം ഗ്രാമങ്ങളുണ്ട്. അതിലൊരു 60% ജനങ്ങളും ഹരിജൻസും ട്രൈബൽസ് അങ്ങനെയുള്ളവരാണ്. ഹരിജൻസ് അവരുടെ കോളനി. ബാക്കി 40% BC ഗ്രൂപ്പ് വരുള്ളൂ. അവർ മിക്കവരും ലാൻഡ് ലോഡ്സ്, ബിസിനസ് അങ്ങനെയുള്ളവരായിരുന്നു. ഈ പാവപ്പെട്ടവരുടെ ജീവിതാവസ്ഥ ഭയങ്കര ശോചനീയമായിരുന്നു. ഈ 1.5 സെന്റ് അല്ലെങ്കിൽ 2 സെന്റാണ് വീട്. ഒരു മുറിയിൽ
അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അത്രയും ദാരിദ്ര്യമായിരുന്നു. പിന്നെ കുട്ടികളെ സ്കൂളിൽ വിട്ടിരുന്നില്ല. കുട്ടികളെ സ്കൂളിൽ ഒരു മുക്കാൽ ഭാഗം കുട്ടികൾ സ്കൂളിൽ പോയില്ല. റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടാവും. അതും തലയൊന്നും ചെയ്യാണ്ട് പല്ലൊക്കെ ചോന്ന് അങ്ങനെ നടക്കും. അവര് നടക്കുന്നത് കാണാം. പ്രാഥമികമായ ഒരു ശുചിത്വ ഒന്നുമില്ല. സംസ്കാരം അവരുടെ ഉള്ളിലില്ല. ഒരു വീട്ടിൽ പോലും വിദ്യാഭ്യാസമില്ല. ഒരു വീട്ടിൽ പോലും ടോയ്ലറ്റ് ഇല്ല. ഈവൻ പഠിച്ചവരുടെ വീട്ടിലും ഉണ്ടായിരുന്നില്ല അന്ന്. പഠിച്ചവരുടെ പോലും ടോയ്ലറ്റ് ടോയ്ലറ്റ് ശീലങ്ങളില്ല. ഇല്ലായിരുന്നു. അപ്പൊ വഴിയിൽ ഞാൻ നടക്കുമ്പോ ഒക്കെ ഓപ്പൺ ഡിപ്പിക്കേഷൻ വഴിയിൽ കാണാം. അതിൽ കൂടെ ഒക്കെ നടന്നു പോകണം. അതൊക്കെയാണ് എന്നെ ശരിക്കും ആദ്യം പറഞ്ഞാല് ഒരു ശുചിത്വ ഭാരത പരിപാടി അനിലാമ്മ 4 പതിറ്റാണ്ട് മുമ്പേ തുടങ്ങി. അങ്ങ് തുടങ്ങേണ്ടി വന്നു. ഉം, ഉം. പിന്നെ ജോലി വളരെ പാർട്ട് ടൈം ജോലിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് വരുമാനം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇവർ കടം വാങ്ങും. ഇവരെ പണയം വെക്കും. ബോണ്ടഡ് ലേബർ. കുട്ടികളെ പണയം വെക്കും. പിന്നെ കുടുംബത്തോട് പണയം വെക്കും. ആ പൈസ വാങ്ങി തീരുന്നത് വരെ അവരെല്ലാം പണയം ചെയ്തോളണം. അത് പണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു അവസ്ഥയാണ്. അതെ. എങ്ങനെ അതിനെന്താ പറയാ? ബോണ്ടഡ് ലേബർ, അടിമപ്പണി. ബോണ്ടായിട്ട് ഈ തൊഴിൽ കൊടുക്കുക. പൈസ ഇല്ല. ഇവരെ തന്നെ അടിമകളായിട്ട് ഒരു 2000-3000 രൂപ വാങ്ങിണ്ടാവും. ആ പൈസ ചിലപ്പോൾ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എത്രയും കൊല്ലങ്ങൾക്കാവും. ആ തീരുന്നവരെ ഇവിടെ പണിയെടുക്കണം. ഒരുപക്ഷെ തീർന്നാലും പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ കുട്ടികൾ ചെറിയ 10 വയസ്സും 12 വയസ്സുള്ള ആൺകുട്ടികളൊക്കെ പശുവിനെയൊക്കെ നോക്കാൻ പോകും. അവർക്ക് പ്രോപ്പർ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അനേമയെ പിടിച്ച് അങ്ങനത്തെ രോഗികൾ അധികം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഇവർ ഡോക്ടറെ കാണാൻ പോവില്ല. അന്ധവിശ്വാസങ്ങളുടെ കൂടാണ്. ഈ ജപിച്ചു കെട്ടുക, മന്ത്രവാദം ചെയ്യുക, അതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. കുട്ടികൾക്ക് കുത്തിവയ്പ്പ് നടത്തില്ല. ഞങ്ങൾ കുത്തിവയ്പ്പൊക്കെ തുടങ്ങി അവരെ ക്ഷണിച്ചു കൊടുത്താലും ഇത് കാണുമ്പോൾ പലരും ഓടിപ്പോവും. കുട്ടികളെ കൊണ്ട് ഓടിപ്പോവും. പിന്നെ അവരൊക്കെ പിടിച്ചുകൊണ്ട് വരണം. ക്ലാസ്സുകൾ കൊടുക്കണം. അതെ. അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. കുടിവെള്ളം ഇല്ലായിരുന്നു. അതുകൊണ്ട് ശുചിത്വം തീരെ ഇല്ലായിരുന്നു. കുടിവെള്ളം ഭയങ്കര ക്ഷാമമായിരുന്നു. 3-4 കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് പോയിട്ട് വേണം വെള്ളം എടുത്തിട്ട് വരാൻ, വെള്ളം കൊണ്ടുവരാൻ. പിന്നെ ഈ ജാതി വ്യവസ്ഥ ഭയങ്കരമായിരുന്നു. അൺടച്ചബിലിറ്റി, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അപ്പോൾ ഇവർക്ക് വെള്ളം ധനവന്മാരുടെ കിണറിൽ വെള്ളം ഉണ്ടെങ്കിലും ഇവർക്ക് കോരാൻ പറ്റില്ല. അവർ കോരി കൊടുത്താൽ വേണമെങ്കിൽ മേടിക്കാം. ഇവരുടെ പാത്രത്തിൽ കോരാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അടി, അങ്ങനെ മുറിവായിട്ട് വന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. ആ ഡിസ്പെൻസറിലേക്ക് ഇവർ വന്ന് മുറിവൊക്കെ വെച്ച് കെട്ടി പോകാറുണ്ട്. ഈ മേലാളന്മാരുടെ അടി കിട്ടിയിട്ട് അതായത് ഭാരതം സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് അല്ലേ 1979 അനിലാമ്മ ഈ കാരമട എന്ന് പറയുന്ന കോയമ്പത്തൂര് ഈ ഒരു വില്ലേജുകളുടെ ഒരു സമുച്ചയത്തിന്റെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അന്നേരവും ഇത് നിലനിൽക്കുകയാണ്. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും. അപ്പൊ അത്തരത്തിൽ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് നല്ലൊരു മാതൃകയാണ് അവിടെ അനിലാമ്മ ചെയ്തത് അല്ലേ? അപ്പോ എത്ര വർഷം തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്തു? ഇപ്പൊ 43 വർഷവും ഞാൻ അവിടെ. 43 ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 43 വർഷങ്ങൾ അല്ലെ? ആരോഗ്യത്തോടുകൂടി അവിടെ ചെന്ന്. ഇപ്പോഴും ആരോഗ്യത്തിന് കുറവൊന്നും കാണുന്നില്ല. എന്നാലും അല്ലെ 43 വർഷങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ, ഒരു ഗ്രാമത്തിൽ ഈ പഠനമോ പരിശീലനമോ ഒന്നും ലഭിക്കാത്ത, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിച്ചു. എത്ര ആളുകൾ ഈ ഒരു 43 വർഷത്തിനിടയിൽ നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ സേവനങ്ങളുടെ ഫലമായി അതിന്റെ ഗുണഭോക്താക്കളായി വന്നിട്ടുണ്ട്? ഒരു 60,000 കുടുംബങ്ങൾ. 60,000 കുടുംബങ്ങൾ. അവര് സോഷ്യലായിട്ട്, ഹെൽത്ത് പരമായിട്ട്, എഡ്യൂക്കേഷണലായിട്ട്, പൊളിറ്റിക്കൽ ലെവലില്, പിന്നെ അവരുടെ സ്കില്ല് വളർത്തുന്ന, വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ അവരെ ഡെവലപ്പ് ചെയ്തു. 60,000 കുടുംബങ്ങളോ? 60,000 കുടുംബങ്ങൾ. നമുക്ക് ബ്രാഞ്ചസും തുടങ്ങി, പല ബ്രാഞ്ചസ് തുടങ്ങി. ഒന്ന് വാൽപ്പാറയായിരുന്നു. അവിടുത്തെ ടി എസ്റ്റേറ്റിലെ ജോലി ചെയ്യുന്ന അമ്മമാരാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. അവർക്ക് അവിടെ മൃഗങ്ങളുടെ ശല്യം, മഴ, ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളാണ്. അതേസമയം പൈസ, തുച്ഛമായ കൂലിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ കടക്കെണിയിൽ പെടും. അപ്പം മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ അവർ എന്താ പറയുക, വളരെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വഴിയും ഇല്ലാതെ കഴിയുന്നൊരു സമൂഹം. അപ്പോൾ അവർക്ക് അതുപോലെ ഹെൽത്ത് പരമായിട്ടും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു.
പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ. കുട്ടികൾ ട്യൂഷനൊക്കെ പോകുമ്പോൾ ട്യൂഷൻ പോകാനുള്ള സാഹചര്യം ഒന്നും അവർക്കില്ലായിരുന്നു അന്ന്. അപ്പം നമ്മൾ അവിടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങി. അവിടെ ധനവാന്മാരുടെ പിള്ളേർക്കുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തി. അതുപോലെ ഇവർക്കും കിട്ടും. അതായത് കമ്പ്യൂട്ടർ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾ, ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ് എല്ലാം. പിന്നെ ജോയ്ഫുൾ ലേണിംഗ് ആണ്. അവർ പിടിച്ചിട്ട് പഠിപ്പിക്കലല്ല, അതിനൊക്കെ പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവർ ആ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു. അതുപോലെ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് കൊടുത്തിരുന്നു. ഞാൻ ചോദിക്കട്ടെ, തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു അനിലാമ്മയുടെ കൂടെ ജോലിക്ക്? കാരമടയിൽ എൻ്റെ കൂടെ കുറച്ച് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ ലോക്കലിൽ നിന്നുള്ള സ്ത്രീകളാണ് ഞങ്ങളുടെ കൂടെ ഗ്രാമങ്ങളിലേക്ക് വരിക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, അപ്പോൾ അവരാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുക. അപ്പോൾ അവർ അവിടെ വേറെ ഏതെങ്കിലും ഭാഷയുണ്ടോ തമിഴില്ലാതെ? തമിഴുണ്ട്, കന്നഡയുണ്ട്. മെയിനായിട്ട് തമിഴാണ് സംസാരിക്കുന്നത്. പിന്നെ കന്നഡ, തെലുങ്ക് ഒക്കെ പറയുന്നവരുണ്ട്. സിസ്റ്റേഴ്സ് ആരെങ്കിലും അന്ന് കൂടെ ഉണ്ടായിരുന്നു? അതോ അന്ന് ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചിരുന്നു. അവർ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് മെഡിസിനും എടുത്തിട്ട് നേഴ്സസ്, സിസ്റ്റർ ബാബിലസ്, സ്റ്റാക്കിലസ്, അങ്ങനെ സാനക്ലീറ്റ തുടങ്ങിയ നേഴ്സുമാര് അവര് അനിലാമ്മ അവിടെ വരുന്നതിന് മുമ്പേ തന്നെ ആ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. തന്നെ കോണ്ടാക്ട് ചെയ്ത് കൊടുത്താണോ? ആ ചിറ്റിലപ്പള്ളിച്ചൻ തന്നെ കൊണ്ടുവന്നത് അവിടെ. അല്ല, പിന്നെ മഠം തുടങ്ങേണ്ടായി. സഭയോട് ആവശ്യപ്പെട്ട് മഠം തുടങ്ങി അവിടെ. അതിനുശേഷമല്ലേ? അപ്പം പിന്നെ സഭയുടെ ഏറ്റെടുക്കുന്നത്. അച്ഛൻ ഞങ്ങൾ വഴി കാണിച്ചു തന്നു. പിന്നെ കുറച്ച് കാലത്തേക്ക്, കുറച്ച് 1-2-3 കൊല്ലത്തേക്ക് അച്ഛൻ ഗൈഡ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ റിലേഷൻ ഇന്ന് വരെ സൂക്ഷിക്കുന്നു. എല്ലാ അച്ഛനോട് കൺസൾട്ട് ചെയ്യാറുണ്ട്. അച്ഛന് വലിയ അഭിമാനമാണ് ഈ സ്ഥാപനം ഇത്രയും വളർന്നു എന്നുള്ളതിൽ വലിയ അഭിമാനമാണ്. ഞാൻ സിസ്റ്റർ കാർമൽ, കരുണയില്ലം ഭവനത്തിന്റെ സുപ്പീരിയർ. പാലക്കാട് പ്രൊവിൻസിലെ തമിഴ്നാട്ടിലുള്ള കാരമട എന്ന സ്ഥലത്ത് കരുണയില്ലം എന്ന ഭവനമാണ് ഇത്. ഇവിടെ ഞങ്ങൾ ആകാശപ്പറവകളെ നോക്കുന്ന സ്ഥലമാണ്. റോഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും കിട്ടുന്ന മാനസിക രോഗികളെ നോക്കുകയാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് സഹായകമായിട്ട് ധാരാളം പേർ കടന്നു വരികയും ഭക്ഷണം, വസ്ത്രം, മറ്റു പല വസ്തുക്കളായി ധാരാളം പേർ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കരുണയില്ലത്തിന്റെ ആരംഭം 1999 മാർച്ച് 19 ആരംഭിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ ഫലമായി 60 പേർക്ക് മാത്രമേ ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ 43 വർഷങ്ങൾ എന്ന് പറയും അല്ലേ? ഈ ഒരു 43 വർഷങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഗ്രാമത്തിന്റെ മാത്രമല്ല, അവിടെ ഒരു ജില്ല അല്ലേ, പിന്നെ കോയമ്പത്തൂര്, ഇങ്ങനെ ആ ഗ്രാമത്തിൽ നിന്നും സിസ്റ്ററിന്റെ സേവന ശുശ്രൂഷകൾ മറ്റു പല സ്ഥലങ്ങളിലെ ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ടാവും. അങ്ങനെ എത്ര ബ്രാഞ്ചുകൾ ഇപ്പോൾ തുടങ്ങി? ബ്രാഞ്ചുകൾ ഒന്ന് ആദ്യം പറഞ്ഞു സൂചിപ്പിച്ച പോലെ വാൽപ്പാറയില് വലിയ ലെവലിൽ തന്നെ കാരമടയിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പിന്നീട് എട്ടിമടയിൽ ഷെയ്ഫ് ആരാം സോഷ്യൽ സെന്റർ എന്നുള്ള പേരിൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഈ ഞങ്ങളുടെ പ്രവർത്തനം മെയിനായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് ഒരു 1500 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവർ വഴിയാണ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തുന്നത്. അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഫണ്ടിങ് നമുക്ക് ഇന്ത്യയിലും എബ്രോഡും ഉണ്ട്. ഗവൺമെന്റിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഗവൺമെന്റിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ നോർത്ത് ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും നമ്മളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ചാരിറ്റബിൾ സൊസൈറ്റീസ് നടത്തുന്ന പല പ്രസ്ഥാനങ്ങളെയും ഇപ്പോൾ പല രീതിയിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫീലിംഗ് ഉള്ളത് മാത്രമല്ല, പലരുടെയും ഇപ്പൊ മദർ തെരേസയുടെ അടക്കമുള്ള 16 സെന്റേഴ്സ് പൂട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലും ഇപ്പോഴും ഗവൺമെന്റിന്റെ ഏത് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണോ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണോ? ഏത് ഗവൺമെന്റ്? സെൻട്രൽ, പിന്നെ ഡിസ്ട്രിക്ട്, കളക്ടർ ലെവലിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കളക്ടർ എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര അംഗീകാരമാണ് കളക്ടറുടെ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു സ്കീം നടക്കുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികളിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു. അത് ഡിസ്ട്രിക്റ്റ് മുഴുവനും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ മോണിറ്ററിങ് നടത്താൻ വേണ്ടി ഒരു NGO-നെ വെച്ചിരിക്കുന്നത് കുഷിയപ്പെണ്ണയാണ്. അപ്പം ഞാനതിന് പോയി സംസാരിക്കും, കളക്ടറോട് പോയി സെൻറ്റേഴ്സ് വിസിറ്റ് ചെയ്ത കാര്യങ്ങൾ പറയും, കുറവുണ്ടെങ്കിൽ അത് പറയും, കൂടുതൽ നന്മകളുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങളും
കളക്ടറോട് പങ്കുവയ്ക്കും. കളക്ടർ അതിൽ വളരെ സന്തോഷവാനാണ്. എത്ര കളക്ടർമാർ ഇപ്പം അനിലാമ്മയുടെ ഈ ഒരു പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്? ഒരു 3-4 കളക്ടേഴ്സ് നമ്മുടെ കുഷപ്പേടിൽ വന്ന് തന്നെ പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെയും 5-6 കളക്ടേഴ്സും മാറിപ്പോയിട്ടുണ്ട്.